ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ പി എസ് സി. കരിയർ ട്രാക്കർ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പഠിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ ഭരണഘടനയിലേക്ക് മൗലികാവകാശങ്ങൾ വന്നത്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്തെല്ലാമായിരുന്നു, അതിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്, എത്ര മൗലികാവകാശങ്ങളാണ് നമുക്ക് ഉള്ളത്, അവയിൽ അമെൻഡ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിരുന്നു, ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓരോ ആർട്ടിക്കിളിനെയും എന്ത് ചെയ്യാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. ഓരോ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണ്, ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താണ്, 15 പറയുന്നത് എന്താണ് എന്നുള്ള രീതിയിൽ ഓരോ ആർട്ടിക്കിളിനെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റൈറ്റ് ടു ഈക്വാലിറ്റിയാണ് നമ്മുടെ ആദ്യത്തെ എന്തായിട്ട് വരുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് വരുന്നത്. റൈറ്റ് ടു ഈക്വാലിറ്റി ഏത് മുതൽ ഏത് വരെയായിരുന്നു, 14 മുതൽ 18 വരെയായിരുന്നു. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 14 നോക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിലുള്ള സമത്വം. ഈക്വാലിറ്റി ബിഫോർ ലോ ഇങ്ങനെയാണ് നമ്മുടെ പി എസ് സി എക്സാമുകളിൽ ചോദിക്കാറുള്ളത്. 10th ലെവലിൽ 12th ലെവലിലൊക്കെ ആണെങ്കിൽ മലയാളത്തിലാണ് നമുക്ക് ചോദ്യം വരിക. അപ്പോൾ നിയമത്തിന് മുമ്പിലുള്ള ഒരു സമത്വം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈക്വാലിറ്റി ബിഫോർ ലോ. എവിടെ നിന്നാണ് നമ്മൾ ഇത് കടം കൊണ്ടത്? ഇറ്റ് ഈസ് ബോറോഡ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നും നമ്മൾ കടം കൊണ്ടിട്ടുള്ള ആശയമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നും, എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ആശയം കൂടിയുണ്ട്. അത് യു എസിലാണ് ആ ഒരു ആശയം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. യു എസ് ഭരണഘടനയിലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം കൂടിയുണ്ട്. മുൻവർഷ പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഈക്വാലിറ്റി ബിഫോർ ലോ മാച്ചിങ് ടൈപ്പ് ആയിട്ടാണ് വന്നത്. ഈക്വാലിറ്റി ബിഫോർ ലോ ബ്രിട്ടൻ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് യു എസ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ലോ ഇറ്റ് ഈസ് ബോറോഡ് ഫ്രം ബ്രിട്ടൻ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഇത് അമേരിക്കൻ ഭരണഘടനയിൽ കാണപ്പെടുന്ന ഒരു ആശയമാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ യു എസ്. ഇനി ഈ ഈക്വാലിറ്റി ബിഫോർ ലോയിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പല കേസുകളിലും എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ള കേസിൽ പറഞ്ഞിട്ടുള്ള എക്സെപ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസിഡന്റും അതുപോലെ തന്നെ ഗവർണർക്കും എന്തുണ്ട്, അവരുടെ പേഴ്സണൽ ആക്ട്സുകൾക്ക് അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അവരുടെ ആ ഒരു പദവി അനുസരിച്ചിട്ട് അവർക്ക് എന്തുണ്ട്, ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 361. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 14 എന്തായിരുന്നു? ഇറ്റ് ഈസ് ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. എന്നാൽ അവിടെ വരുന്ന എക്സെപ്ഷൻസ് ആർക്കാണ്? പ്രസിഡന്റിനും ഗവർണർക്കും. ഇവരെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ആക്ടുകൾക്ക് ഇവർക്ക് എന്തുണ്ട്, ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ ആർട്ടിക്കിൾ നിങ്ങൾ പഠിച്ചു വെക്കണം, ആർട്ടിക്കിൾ 361. എന്താണ് ആ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ആക്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു സിറ്റിസനെ ഡീൽ ചെയ്യുന്നത് പോലെ പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യാനോ അവർക്കെതിരെ പെട്ടെന്ന് ശിക്ഷാ നടപടികൾ എടുക്കാനോ എന്ത് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? സിവിൽ പ്രൊസീഡിങ്സ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ബൈ ഗിവിംഗ് 2 months നോട്ടീസ് ഫോർ ഹിസ് പേഴ്സണൽ ആക്ട്. അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 മാസത്തെ നോട്ടീസ് കൊടുത്തതിന് ശേഷം അവർക്കെതിരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? സിവിൽ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 361. ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 361 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കുള്ള എക്സെപ്ഷൻ? പ്രസിഡന്റിനും ഗവർണർക്കുമുള്ള എക്സെപ്ഷൻ. ആ എക്സെപ്ഷൻ പ്രകാരം 2 മാസം നോട്ടീസ് കൊടുത്തതിന് ശേഷം അവർക്കെതിരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? സിവിൽ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റേസ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ ജെൻഡർ. അതായത് ഒരു വ്യക്തിയുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ അയാൾ ജനിച്ച സ്ഥലത്തിൻ്റെയോ അയാളുടെ ലിംഗത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആരെയും എന്ത് ചെയ്യരുത്, വേർതിരിവ് കാണിക്കരുത്. പ്രോഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, ആരെയും എന്ത് ചെയ്യരുത്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 16. നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കണം. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നതാണ്, പൊതു നിയമനങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ PSC SSC പോലത്തെ പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്ന ആൾക്കാരെന്താ, പൊതു നിയമനമാണ്, സർക്കാരിൻ്റെ നിയമനം കാത്തിരിക്കുന്ന ആളുകളാണ് എല്ലാവരും. അപ്പോൾ അത്തരം നിയമനങ്ങളിൽ എന്ത് വേണം, അവസര സമത്വം വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. അടുത്തൊരു ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 ഡീൽസ് വിത്ത് ദി അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിരോധനം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇതാണ് ആർട്ടിക്കിൾ 17. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, നമുക്കറിയാം, നമ്മൾ ചരിത്രം പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ആ തൊട്ടുകൂടായ്മയെ എന്ത് ചെയ്യണം, നിരോധിക്കണം, എബോളിഷ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ദിസ് ഈസ് ആൻ അബ്സല്യൂട്ട് റൈറ്റ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ 17 വെച്ചിട്ട് മറ്റൊരു ചോദ്യം കൂടെ എന്ത് ചെയ്യാറുണ്ട്, PSC പരീക്ഷകളിൽ വരാറുണ്ട്. മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ സമിതി പാസാക്കിയ
ഒരു ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ള രീതിയിൽ ചോദ്യം വരാറുണ്ട്. അത് ഏതായിരുന്നു? ആർട്ടിക്കിൾ 17 നമുക്കറിയാം മഹാത്മാഗാന്ധി തൊട്ടുകൂടായ്മയ്ക്കെതിരൊക്കെ വാദിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധിക്ക് ജയ് എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ സമിതി പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17. അപ്പോൾ രണ്ട് രീതിയിൽ ചോദിക്കാം. ആർട്ടിക്കിൾ 17 എന്തിനെ കുറിച്ച് പറയുന്നു? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് മുദ്രാവാക്യം ഉയർത്തി ഭരണഘടനാ സമിതി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിക്കാം. അതും ഏതാണ്? ആർട്ടിക്കിൾ 17. ഇനി ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിലുകളുടെ നിരോധനം. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയിൽ പണ്ടത്തെ കാലത്ത് രാജാതിരാജ മഹാരാജ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിരവധി ടൈറ്റിലുകൾ ഉണ്ടായിരുന്നു. ഈ ടൈറ്റിലുകളെല്ലാം എന്ത് ചെയ്യണം? എബോളിഷ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ ആർട്ടിക്കിൾ 14 പറഞ്ഞ പോലത്തെ എക്സെപ്ഷൻ ഇവിടെയും വരുന്നുണ്ട്. എന്തിനൊക്കെയാണ് എക്സെപ്ഷൻ നൽകിയിരിക്കുന്നത്? മിലിറ്ററി അക്കാഡമിക് ടൈറ്റിൽ. ഇപ്പോൾ നമുക്ക് അറിയാമല്ലേ, ആളുകളൊക്കെ പഠിച്ചിട്ട് ഡോക്ടറേറ്റ് എടുക്കാറുണ്ട് അല്ലേ? ഡോക്ടറേറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ പേരിൻ്റെ മുമ്പിൽ എന്ത് വയ്ക്കും? ഡോക്ടർ എന്നുള്ളൊരു പേര് വയ്ക്കും. അതൊരു ടൈറ്റിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം സിവിലിയൻ അവാർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഭാരതരത്ന നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഭാരതരത്ന പോലത്തെ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് അതെന്തായിട്ട് വെക്കാം? അതൊരു ടൈറ്റിലാക്കിയിട്ട് വെക്കാം. അതെന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? അബോളിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ എക്സെപ്ഷൻ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്? നമ്മൾ ചർച്ച ചെയ്തത്. 5 ആർട്ടിക്കിളുകൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോൾ പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിക്കിൾ 19 കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനുശേഷം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള കേസുകളും കൂടെ പോയിട്ട് നമ്മൾ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് പോകും. അപ്പോൾ അടുത്തൊരു ക്ലാസ് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.